ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മിക്ക ദിവസവും തന്നെ ദോശ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണിക്കാറുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ ദോശയ്ക്ക് അരച്ച് വെച്ച മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കുക. ഞാൻ 5-5:30 ആയി കേട്ടോ. അപ്പോൾ രാവിലെ ഇട്ട അരി ഞാൻ ആട്ടി അതിൻ്റെ കൂടെ ചോറ് അരി ഉഴുന്നും കൂടെ ഇട്ട് കുറച്ച് ആട്ടി കഴിഞ്ഞപ്പോൾ ചോറൂടെ ഇട്ട് നല്ല ആട്ടി എടുത്തിട്ട് എൻ്റെ പാത്രം കണ്ടോ, ഈ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ശരിക്കും ഞങ്ങൾക്ക് 3 പേർക്ക് മതി. ഇതിനകത്തുണ്ടാക്കി ഞങ്ങൾക്ക് കറക്റ്റുള്ള ദോശ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞൊരു പാത്രം എടുത്തേക്കുന്നത്. ആ പാത്രം എനിക്ക് അടച്ച് നല്ല മുറുക്കമായിട്ട് വെക്കാനുള്ളൊരു അടപ്പുമുണ്ട്. ഈ പാത്രം എടുത്തിരിക്കാനും കേട്ടോ. അപ്പം ഞാൻ ഈ മാവ് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലതായിട്ട് ആടിയിട്ടുണ്ട് മാവ്. എന്നിട്ട് ഞാൻ ആ മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളമോടെ കഴുകി ഇത് ഒത്തിരി ഒഴിച്ചില്ല, അത് കഴുകി അതിനകത്ത് നിന്ന് വെള്ളവും കൂടെ കുറച്ച് അതിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നല്ല ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. തവി കൊണ്ടല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം തവി കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നത്രയും പെർഫെക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നല്ല എല്ലാം അടി ചേർത്ത് ഇളക്കി എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി അങ്ങനെ വെച്ച് കൊടുക്കുക. അന്നേരം ഞാൻ കണ്ടോ, എനിക്ക് പൊങ്ങി വരാനുള്ളൊരു സ്ഥലമുണ്ട് ആ പാത്രത്തിന്. അങ്ങനെയുള്ളൊരു പാത്രം വെക്കണം കേട്ടോ. കുറച്ച് സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലൊരു പാത്രത്തിലെടുത്ത് ആ അടപ്പ് വെച്ചിട്ട്, നല്ല മുറുക്കമുള്ള അടപ്പ് വെച്ച് അമക്കി അടച്ച് ഞാൻ വെക്കും. ഇപ്പം തന്നെ ഒരു 6 മണി ആവുന്നതേ ഉള്ളേ. അന്നേരം ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ അടച്ച് അമ്മയ്ക്ക് ആ അടപ്പ് വെക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ട് അതിന് മണ്ടയിൽ ഈ പാത്രം വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര മുറുക്കമുള്ള അടച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഈ മാവ് പൊങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ അകത്തുനിന്നുള്ള പ്രഷർ കാരണം ഈ മാവ് ഇത് അടപ്പ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് ആ മാവ് അതിൻ്റെ പുറത്തു കൂടെ വരും. അപ്പോൾ നമുക്ക് തറയിലൊക്കെ ആണെങ്കിൽ നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇച്ചിരി ഏറെ അങ്ങ് പൊങ്ങിപ്പോയാൽ. അതുകൊണ്ടാണ് ഞാനൊരു പാത്രം വെച്ചേക്കുന്നത്. അഥവാ ഇച്ചിരി പോയാലും എനിക്ക് ആ പാത്രത്തിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഈ പാത്രം കണ്ട 1 മണിയൊക്കെ ആയി രാത്രി വന്ന് ഞാൻ നോക്കിയപ്പോൾ ആ പാത്രം നിറഞ്ഞു. അങ്ങനെ ഞാൻ ആ നിറഞ്ഞ പാത്രം അവിടുത്തെ വേറൊരു പരന്നൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ കവിഞ്ഞു പോയില്ല, എന്നാൽ പോലും ആ പാത്രവും നല്ല നിറഞ്ഞ് പൊങ്ങി മാവങ്ങ് നിറഞ്ഞിരിക്കുമായിരുന്നു. എനിക്കത് കാണാൻ തന്നെ ഒത്തിരി സന്തോഷമാണ്. കാരണം അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അന്നേരം മാവ് നല്ല അടിപൊളിയായിട്ട് വന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഗൈസ്. നല്ല അടിപൊളി ദോശയുമായിരുന്നു. കാരണം നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്, ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കട്ടിയാകും, അത് മാവ് പൊങ്ങി വരാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ ടിപ്സായിട്ട് പറഞ്ഞ് തന്നത്. അപ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു. ഞാൻ ചെയ്ത് എനിക്കൊരുണ്ടായൊരു അനുഭവമാണിത്.